ഇന്ത്യൻ ജനാധിപത്യത്തിനും നീതിക്കും നേരിയ പ്രതീക്ഷ നൽകുന്ന രണ്ട് ഇടപെടലുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായി. ഒരു വലിയ മാറ്റത്തിൻ്റെയും തിരുത്തലിൻ്റെയും സൂചനയാണ് സുപ്രീം കോടതി നൽകുന്നത്. സെൻഗറിൻ്റെ ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതി ഇടപെടുകയും ഹൈക്കോടതി വിധി മരവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഹൈക്കോടതിയുടെ അഭൂതപൂർവമായ ഒരു ഇടപെടലും വ്യാഖ്യാനവും ഇന്ത്യയിലെ ഇരകളാകുന്ന സ്ത്രീകൾക്ക് ഭീതിയുടെ ദിനരാത്രങ്ങൾ സമ്മാനിക്കുന്ന ഒരു നീക്കമായിരുന്നു. 2012 നിലവിൽ വന്ന പോക്സോ കേസിൻ്റെ ടേംസുകളിൽ ഒരു പുതിയ വ്യാഖ്യാനം നൽകുകയും ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് കുൽദീപ് സെൻഗർ ജാമ്യത്തിന് അർഹനാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നത്. സെക്ഷൻ 5 പറയുന്ന പൊതുപ്രവർത്തകൻ എന്ന പരിധിയിൽ, പബ്ലിക് സെർവൻ്റ് എന്ന പരിധിയിൽ കുൽദീപ് സെൻഗർ വരുന്നില്ല. അതുകൊണ്ട് ഈ ജീവപര്യന്തം റദ്ദ് ചെയ്യുകയാണ്, മരവിപ്പിക്കുകയാണ് എന്നായിരുന്നു ഹൈക്കോടതി വിധിച്ചത്. സാങ്കേതികമായ പദാവലികളിലൂടെ വലിയ ഒരു പ്രശ്നത്തെ ലഘൂകരിച്ച് കാണാനാണ് ഹൈക്കോടതി ശ്രമിച്ചത്. പോക്സോ നിയമത്തിൻ്റെ ആത്മാവിനെ തന്നെ ബലി കഴിക്കുന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണവും വ്യാഖ്യാനവും. സാങ്കേതികത്വത്തിൻ്റെ മറവിൽ അധികാരത്തിലിരിക്കുന്നവരെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ ശക്തരായ ആളുകളോടാണ് നിയമം ഉദാരതയും ദയാവായ്പും കാണിക്കുന്നത് എന്ന വ്യാഖ്യാനത്തിന് വഴിയൊരുക്കിയാൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് അപമാനകരമായ ഒരു അവസ്ഥാവിശേഷം സംജാതമാകും. ഉന്നാവോ കേസ് ഒരു കോടതി മുറിയിൽ മാത്രം അവസാനിക്കുന്നതല്ല. ഡൽഹിയിലെ തെരുവുകളിൽ അതിജീവിതമാർ ആ വിഷയത്തിൽ വലിയ സമരം നടത്തുകയുണ്ടായി. സ്വന്തം സംസ്ഥാനത്തും ഭരണകൂടത്തിലും നീതി ലഭിക്കും എന്ന വിശ്വാസം തകർന്നപ്പോഴാണ് അതിജീവിത ജീവൻ പണയം വെച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഒരു വ്യക്തിയുടെ മാത്രം വിഷയമല്ല, ആരെ വിശ്വസിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഇവിടെ ജീവിക്കും എന്ന ചോദ്യം കോടതിയുടെ മുമ്പിൽ ഉയർന്നു വന്നിരുന്നു. സമൂഹത്തിൽ ഉയർന്നു വന്ന അതിശക്തമായ പ്രതിഷേധത്തിൻ്റെ അലയൊലി സുപ്രീം കോടതി കണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലാവസ്ഥയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന മനുഷ്യരുടെ പ്രതിഷേധങ്ങൾ സുപ്രീം കോടതി കണക്കിലെടുത്തിരിക്കുന്നു. ശേഷിയുള്ള മനുഷ്യർ പ്രതിഷേധിച്ചു കൊണ്ടിരുന്നാൽ, സത്യം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ തീർച്ചയായും അതിന് ഫലമുണ്ടാകുമെന്നാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ ഇടപെടൽ തെളിയിക്കുന്നത്. വിരമിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് ഗവായി ആണ് ആരവല്ലി മലനിരകളെക്കുറിച്ചുള്ള നിർവചനത്തിൽ, വ്യാഖ്യാനത്തിൽ വെള്ളം ചേർക്കുകയും പുതിയ ഒരു നിർവചനം ഉണ്ടാക്കുകയും ചെയ്തത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അവരുടെ ബിനാമികളുടെയും താൽപ്പര്യമായിരുന്നു ആ പുതിയ നിർവചനം. ജസ്റ്റിസ് ഗവായിയുടെ നേതൃത്വത്തിൽ പുറപ്പെടുവിച്ച ആരവല്ലി മലനിരകളെക്കുറിച്ചുള്ള നിർവചനം മരവിപ്പിച്ചിരിക്കുകയാണ്. വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മടിയിലിരുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട വാർത്തകൾ മാത്രം കൊടുത്തിരുന്ന അർണബ് ഗോസ്വാമി ഉൾപ്പെടെയുള്ള ഗോദി മീഡിയകളുടെ ചുവടുമാറ്റം ഈ വിഷയത്തിൽ നിർണായകമായിട്ടുണ്ട്. കൗ ബെൽറ്റിലുള്ള, ഹിന്ദി ബെൽറ്റിലുള്ള ആളുകളെ മൊബിലൈസ് ചെയ്യാൻ ഇത്തരം ഗോദി മീഡിയകൾക്ക് സാധിക്കും എന്ന തിരിച്ചറിവ് കൂടി സുപ്രീം കോടതിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ നയങ്ങളെയും പിന്തുണക്കുന്ന രീതിയിൽ നിന്ന് ചെറിയ ഒരു ഷിഫ്റ്റ് രാജ്യത്തെ മാധ്യമങ്ങൾക്ക് സംഭവിച്ചപ്പോൾ അത് കോടതി മുറികളിലും പ്രതിഫലിക്കുന്നു. ജനാധിപത്യത്തെ ഇത്രയും അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ 10 വർഷം നടത്തിയ ഗോദി മീഡിയകളുടെ ഇടപെടലുകളായിരുന്നു. എന്നാൽ ജനകീയ സമരങ്ങളിലേക്ക് അവരുടെ ഫോക്കസ് മാറിയപ്പോൾ രാജ്യത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത് വലിയ ഒരു ചേഞ്ചാണ്, വലിയ ഒരു മാറ്റമാണ്. കഴിഞ്ഞ 10 വർഷത്തിലും സംഭവിക്കാത്ത മാറ്റമാണ്. പ്രതിഷേധങ്ങളുടെ മുൻപന്തിയിൽ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ ഉണ്ടായില്ല എന്നത് ദുഃഖകരമായ കാര്യമാണ്. രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളുന്ന പാരിസ്ഥിതിക വ്യവസ്ഥകളെ അട്ടിമറിക്കുന്ന സുപ്രധാനമായ
പോരാട്ടങ്ങളിലും സമരങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളോ പ്രതിപക്ഷ നേതാവോ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരം പ്രതിഷേധങ്ങൾക്കും ജനകീയ സമരങ്ങൾക്കും മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇന്ത്യയിൽ പ്രതിപക്ഷം? എന്തിനാണ് നമുക്ക് ഒരു പ്രതിപക്ഷ നേതാവ്? മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.